നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ സുപരിചിതയാണ് ഗായിക അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അഭിരാമി ഇടയ്ക്കിടെ തന്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചെത്താറുണ്ട്. അവയെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഒരേ സമയം പാട്ടിലും അഭിനയത്തിലും തിളങ്ങുന്ന അഭിരാമി ഇപ്പോൾ മോഡലിംഗിലും ശ്രദ്ധ നേടുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു തന്റെ മുൻ ഭാര്യ കൂടിയായിരുന്ന ഗായിക അമൃതയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടൻ ബാല രംഗത്തെത്തിയത്. കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ അമൃതയെ കണ്ടെന്നും അതിനാലാണ് വിവാഹമോചനം നടത്തിയതെന്നുമായിരുന്നു ബാല കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. ബാലയുടെ പരാമർശത്തെ വളച്ചൊടിച്ചും അമൃതയെ അധിക്ഷേപിച്ചും നിരവധി യൂട്യൂബ് ചാനലുകൾ വാർത്തകൾ നൽകുന്നുണ്ട്. തുടർന്ന് അമൃതയ്ക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായപ്പോൾ പ്രതികരണവുമായി അഭിരാമി രംഗത്തെത്തിയിരുന്നു. വിവാഹമോചനത്തിന്റെ പേരിൽ കഴിഞ്ഞ 10 വർഷമായി തങ്ങളുടെ കുടുംബത്തിന്റെ വിശേഷ ദിവസങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുകയാണെന്നും തന്റെ സഹോദരിയെ മൂന്നാം കിടക്കാരി ആക്കുന്ന പ്രവൃത്തിയാണ് ചിലർ നടത്തുന്നതെന്നും അഭിരാമി കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ഒരുപാട് കാലം മൗനം പാലിച്ചെന്നും അച്ഛന്റെ മരണശേഷവും തുടരുന്ന ഈ വേട്ടയാടൽ വേദനിപ്പിക്കുന്നുവെന്നും അഭിരാമി പറഞ്ഞു. എന്നിട്ടും സൈബർ ആക്രമണങ്ങൾക്കും ചർച്ചകൾക്കും അവസാനമില്ലാത്തതായതോടെ വീണ്ടും മൂർച്ചയേറിയ പ്രതികരണ കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് അഭിരാമി സുരേഷ്. ഗായിക പങ്കുവച്ച പുതിയ കുറിപ്പും വൈറലാവുകയാണ്. കള്ളക്കണ്ണീരുകളുടെയും നുണകളുടെയും രോധനങ്ങളുടെയും പകൽ മാന്യതകളുടെയും ഈ ലോകത്തിനോട് പോരാടാൻ എളുപ്പമല്ല കൂട്ടുകാരെ. പക്ഷെ ചങ്കുപിടഞ്ഞ് നിങ്ങളുടെ അമ്മ കരയുമ്പോഴും കാണണം ഈ പക്ഷം ചേരൽ ഒക്കെ. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. സത്യം സ്വർണ്ണ പത്രമിട്ട് മൂടിയാലും പുറത്തു വരും. കണ്ണുനീരൊഴുക്കി എന്നത് മാനുഷികം മാത്രമാണ്. പക്ഷെ അത് കള്ളക്കണ്ണീരാണോ എന്ന് കൂടെ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ നാളെ വേദനിക്കും. ആമേൻ, അഭിരാമി സുരേഷ് കുറിച്ചു. അഭിരാമിയുടെ കുറിപ്പിന് താഴെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത്. തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരോടും വിമർശിച്ചവരോടും ഒക്കെ ഗായിക കമന്റിലൂടെ പ്രതികരിക്കുന്നുമുണ്ട്. വിമർശകർക്ക് ചുട്ട മറുപടിയാണ് അഭിരാമി നൽകുന്നത്. എല്ലാ പ്രശ്നവും സോഷ്യൽ മീഡിയയിൽ ഇട്ട് ചർച്ച ചെയ്തിട്ട് പരിഹാരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ച ആളോട് ഇത് തന്റെ ഡിഫൻസ് മെക്കാനിസം ആണെന്നാണ് അഭിരാമി നൽകിയ മറുപടി. ഇവിടെ വെറുതെ ഇരുന്ന് സംസാരിച്ചവൾ അല്ല താനെന്നും അഭിരാമി പറഞ്ഞു. വിവാഹമോചനത്തിന്റെ പേരിൽ കഴിഞ്ഞ 10 വർഷമായി ഞങ്ങളുടെ പ്രത്യേക ദിവസങ്ങളൊക്കെ ഇങ്ങനെ നശിപ്പിക്കുകയാണ്. എന്റെ സഹോദരിയെ മൂന്നാം ആക്കുന്ന പ്രവൃത്തിയാണ് ഇവർ ചെയ്യുന്നത്. 18 വയസ്സിൽ നടന്ന വിവാഹത്തിൽ നിന്ന് മോചനം നേടിയ ശേഷം സഹോദരിക്കും കുടുംബത്തിനും ഉണ്ടായ പ്രശ്നങ്ങളെ പറ്റി ഈ വീഡിയോ ഇടുന്ന ആൾക്ക് എന്തറിയാം. ഒരുപാട് നാളുകൾ മൗനം പാലിച്ചു. അച്ഛന്റെ മരണശേഷവും തുടരുന്ന ഈ വേട്ടയാടൽ വേദനിപ്പിക്കുന്നു എന്നാണ് അഭിരാമി കുറിച്ചത്. ഇപ്പോഴത്തെ അഭിരാമിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിനെ കുറിച്ച് ബാല പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. പിന്നാലെ അഭിരാമിയെ കുറിച്ച് ബാലയും സംസാരിച്ചിരുന്നു. എടാ കണ്ണ വാടാ എന്ന് വിളിച്ചാണ് അവസാനമായി കണ്ടപ്പോഴും താൻ അഭിരാമിയെ സ്വീകരിച്ച് എന്നാണ് ബാല പറഞ്ഞത്. ഞാൻ ആ കുടുംബത്തിലെ വേറെ ആരുടെയെങ്കിലും പേരെടുത്ത് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? ഇന്ന് കുടുംബത്തിലെ ഒരാളുടെ പേരെടുത്ത് ഞാൻ ഒന്ന് ഉപയോഗിക്കുകയാണ്. അഭിരാമി സുരേഷിന്റെ പേര് ഞാൻ ഇന്നേ വരെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അവസാനം ഞങ്ങൾ പിരിയാൻ നേരം ഈ വീടിന്റെ വാതിൽക്കൽ വെച്ചാണ് എടാ കണ്ണ വാടാ എന്ന് വിളിച്ചാണ് ഞാൻ അഭിരാമിയെ സ്വീകരിച്ചത്. അവൾ നേരെ വന്ന് ചേട്ടാ എന്ന് വിളിച്ച് എന്നെ കെട്ടിപ്പിടിച്ചു. അഭിരാമി ഇപ്പോഴും എന്റെ അനിയത്തി കുട്ടിയാണ്. അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് നന്നായിരിക്കട്ടെ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അവളിപ്പോൾ എന്നെ കുറിച്ച് എന്തോ ഇട്ടിരിക്കുകയാണ്, ജീവിച്ചു പൊക്കോട്ടെ എന്ന്. ഓക്കെ, ജീവിച്ചു പൊക്കോട്ടെ, ഞാനും ജീവിച്ചു പോട്ടെ. നിയമം പാലിച്ചാൽ രണ്ടു കൂട്ടർക്കും സന്തോഷമായി ജീവിക്കാമല്ലോ എന്നാണ് ബാല പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.